1/2 കപ്പ് സാമ്പാർ പരിപ്പ് 1 മണിക്കൂർ കുതിർത്തെടുത്ത ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 നല്ല പഴുത്ത വലിയ തക്കാളി, ഒരു ചെറിയ സബോള, വലിയ സബോളയാണെങ്കിൽ പകുതി ഇട്ടാൽ മതി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ എരിവുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ഈ പരിപ്പിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വാളൻപുളി പിഴിഞ്ഞ വെള്ളമാണ്. ഒരു 1/4 കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് കാച്ചി ഒഴിക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും, ഒരു വറ്റൽമുളക് ഇതുപോലെ മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10-15 ചുവന്നുള്ളിയും ഒരു 8-10 വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം, കറിവേപ്പിൻ്റെ ഇലയും കൂടെ കൂട്ടിയിട്ട്. ആ ചതച്ചെടുത്ത ഉള്ളിയെല്ലാം ഈ മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കറി റെഡിയായി. ചോറ്, ചപ്പാത്തി, ഇഡ്ഡലി, ദോശ ഇതിനൊക്കെ പറ്റിയതാണിത്.